ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കുകയാണ്. മീൻ ഫ്രൈ ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ മീന് ഇവിടെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം. ഒന്ന് കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ ഇതുപോലെ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി മസാല ചേർക്കുമല്ലോ, അപ്പോൾ അധികം ആവാതെ കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ സരസോ കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഓരോരോ മീൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ എടുക്കുമ്പോൾ മുള്ളധികം ഇല്ലാത്ത മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ മീനിലും ചെയ്യാം, അയില അങ്ങനെയുള്ള എല്ലാ മീനിലും ചെയ്യാം നിങ്ങൾക്ക്. അപ്പം അധികം മുള്ളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ഇതിൻ്റെ ദശ എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ പ്രോൺസിലൊക്കെ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രോൺസൊക്കെ ആകുമ്പോൾ. അതിപ്പം മീനില്ലാന്ന് കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. തേങ്ങ മാത്രം ഇട്ടിട്ടാണെങ്കിലും ചെയ്യാം. നമുക്ക് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ടോ നോക്കാം. ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ ഇത് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊരു ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. വളരെ കുറച്ചൊരു 4-5 വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മീൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. നല്ല മുള്ളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പോക്കി ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഇതിപ്പോൾ തേങ്ങയാണ്. തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മീനിലൊക്കെ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അധികം മുളക് പൊടി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മോക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് അരക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മീനില്ലെങ്കിൽ കുഴപ്പമില്ല, തേങ്ങയുടെ ഈ മിക്സ് മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, അത്ര മതിയാവും. ഈ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കുക, വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മാവിൽ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാവിൽ ഉപ്പ് ചേർക്കും. അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി, ഇതിപ്പോൾ 2 ഗ്ലാസ് പച്ചരി, ചെറിയ ഗ്ലാസ് കേട്ടോ, 2 ഗ്ലാസ് പച്ചരി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6-7 മണിക്കൂറായിട്ടുണ്ടാവും കുതിരാൻ വെച്ചിട്ട്. ഇതിനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വെറും പച്ചരിയായാൽ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, കൂടുതലായാൽ ഒരു ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടുന്നത് കുറച്ച് വലിയ ജീരകമാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ. വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചൊരു തരിതരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ഇനി കുക്കറിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മളെ മാവ് ഇതിൽ ഒട്ടിക്കിടക്കാണ്ടിരിക്കാനാണ് കേട്ടോ എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഓൾറെഡി കുക്കർ നല്ല ചൂടാട്ടോ. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു ലെയറാട്ടോ, ആദ്യത്തെ ഒരു ലെയറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു പകുതിയോളം മാവ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടാ. ഇനി അടുത്ത ലെയർ നമുക്ക് മസാല ഇട്ടതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഭയങ്കര സൈഡിലായിട്ട് ഇടണമെന്നില്ല, കാരണം പിന്നെ സൈഡിൽ കൂടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ പക്ഷെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര വേണോ മസാല അത്ര ഇട്ട് കൊടുക്കുക. അതിപ്പോൾ കുറച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഒരു സെക്കൻഡോളം മൂടി വെച്ചാൽ മതി. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അതിൽ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ.
തുറന്ന് നോക്കാം. ഇതേ സെറ്റായി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒക്കെ തീ നമ്മൾ സിമ്മിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. മേലെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാ സൈഡിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതെന്തായാലും ഇനി മറിച്ചിടാൻ പോകുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. മേലെ ഇതുപോലെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടപ്പെടുത്ത് മൂടി വെക്കാണ്. വിസിലില്ല കേട്ടോ, വിസിലില്ലാതെ വേണം മൂടി വെക്കാൻ. ഇതിൻ്റെ കൂടെ നന്നായിട്ട് പുക ഇങ്ങനെ വരും. എന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതായി കിട്ടും. 10 മിനിറ്റ് വേണമെന്ന് എനിക്കറിയില്ല, അത്രയും വേഗം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്കിതാവുമെന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കുക. ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റോ അതിൻ്റെ ഇടയ്ക്കോ ഒന്ന് തുറന്ന് നോക്കി വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 10 നിമിഷമായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് തുറന്ന് നോക്കാം എങ്ങനെയാണുള്ളതെന്ന്. കാണുമ്പോൾ വെന്ത പോലെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം, ക്ലീനായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഇപ്പം നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, നന്നായിട്ട് വെന്തിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂട് കണ്ടില്ല, ഇപ്പം തന്നെ കുറച്ചൊക്കെ വിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ലേ ഇതാ. പക്ഷേ നന്നായിട്ട് ചൂട് തണിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് കേക്ക് പോലെ തന്നെ വിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. അതപ്പോൾ ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ടുണ്ട്, കണ്ട ഇവിടെ നോക്കി സൈഡിൽ നോക്കി ഇപ്പം തന്നെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല? വേണമെങ്കിൽ കത്തി കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കുക്കറിലൊന്നും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ ഇതുപോലെ ലെയറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയ മസാലയാട്ടോ, മീനിൻ്റെ ആ തേങ്ങയുടെ ഒക്കെ മസാലയാണ്. ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.